ഏതാ സ്ഥലം? ഒന്ന് ക്യാമറ തിരിച്ചു കാണിച്ചേ. എന്നോടുള്ള ഇതിനോടുള്ള ഇഷ്ടം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണോ? എന്താ ഇത്? ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഷിപ്പില് 4 ദിവസം യാത്ര കഴിഞ്ഞ് കറങ്ങി ഞങ്ങള് ഈ സ്ഥലത്തെത്തി. ഇത് ഏതാ സ്ഥലം? ഒന്ന് ക്യാമറ തിരിച്ചു കാണിച്ചേ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തെത്തി. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് കാണുമ്പോ എവിടെയാന്ന്? ഒന്ന് ഭൂമിയിലൊന്ന് തൊട്ട് നിന്നു 4 ദിവസം ആടി പോയിട്ട് ഭാഗ്യത്തിന്. ഇത് എവിടെയായിരിക്കും സ്ഥലം? ഇത് പറയുന്ന chilled out place of India. Beach shacks in the കേന്ദ്രങ്ങളായ ഇന്ത്യ. ബെസ്റ്റ് വെർജിൻ പിനക്കോളാട കിട്ടുന്ന ഇന്ത്യ. അത് കുടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരാം. അപ്പൊ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വേണ്ട തമ്മിൽ തന്നെ പറയുന്ന. അപ്പൊ ഒരുമിച്ച് പറയാം. ഹായ് ഗായ്സ്, വെൽക്കം ടു ഗോവ. വെറുതെ ഗോവയിൽ വന്നാൽ വെറുതെ അല്ല ഇങ്ങനെ ഒച്ചയും നിലവിളിയൊക്കെ വേണം, എന്നാലും ഒരു ഗോവയുടെ വൈബാവുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ റെന്റ് കാർ എടുത്ത് നേരെ ഗോവ പോർട്ടിന്ന് നമ്മള് കലങ്ങോട്ട് ബീച്ചിലെ ഡോൾഫിൻ ബാർ ആൻഡ് കെഫേയിൽ വന്നിട്ട് ഒരു കോഫിയും, പ്രിയ 4 ദിവസം നല്ല കോഫി കുടിച്ചിട്ട്. അപ്പൊ പ്രിയക്ക് കോഫി, ഡാഡിക്ക് ആപ്പിൾ ജ്യൂസ്, എനിക്ക് വെർജിൻ പിനക്കോളാട പ്രിയനെ കൊതിപ്പിച്ചുകൊണ്ട് ഷാക്കിലിരുന്ന് കുടിച്ച് നമുക്ക് നമ്മുടെ ഈ ഗോവയുടെ ഒരു യാത്ര തുടങ്ങാം. മെയിൻ ആയിട്ട് നല്ല ചിൽ ഔട്ട് വ്ളോഗ്സ് ആയിരിക്കും, കുറച്ച് നല്ല ഭക്ഷണവും കുറച്ച് നല്ല കാഴ്ചകളും. ഞങ്ങൾ അധികം ദിവസം ഇല്ല, എന്നാലും ഉള്ള അത്രയും ദിവസം ഞങ്ങൾ നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ അതൊന്നും അല്ല പ്രിയ, അല്ല. അപ്പൊ സൺസെറ്റും കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേറെ കാര്യം, ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചില്ല 4 ദിവസം. പക്ഷെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുമാരി നമ്മളാരും ആട്ടി ഉറക്കുന്ന പോലെയായിരുന്നു. പക്ഷെ ഭയങ്കര ഇളക്കൊന്നുമില്ല. എന്നാലും it was the ship was awesome. പക്ഷെ journey is not recommended. അത് വീണ്ടും പറയാം. Hopefully they'll get better within a few months and after that you can go for the journey. ഇന്നും കൂടെ പറയാം, കൊടൈലിയ cruise is not recommended, especially for families. Okay, നമുക്ക് അവിടെ പോയി ചില്ല് ചെയ്യാം. പാരസൈലിംഗ് ഒക്കെ ഉണ്ട്, ചെയ്യുന്നോ? അയ്യോ, വേദു വന്ന ഉടനെ ഈ ടോയ് ആയിട്ടാണ് ഞങ്ങള് വാങ്ങിയത്. വേദുവിന് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയൊരു ഗിഫ്റ്റാണ്. ഷിപ്പിൽ ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ മണ്ണിലുള്ള കളിയായിരിക്കും വേദ്. പ്രിയക്ക് ഫുൾ ടെൻഷൻ. വേദ് ഫുൾ വണ്ടായിരിക്കും ഇനി 4 ദിവസം. കയ്യില് കണ്ട അപ്പൊ കണ്ടു കേട്ടാ. മോൻ കളിച്ചോ? വേദു കളിച്ചോ കേട്ടോ? വേദു അത് കുഴപ്പമില്ല. ഇപ്പൊ വേദു ഇഷ്ടമുള്ള പോലെ കളിച്ചോ. പ്രിയ കോഫി നല്ല പാൽ ചായ, നല്ല പാൽ കോഫി. കുടിച്ചിട്ട് എന്നാ പോയി കുടിക്കോ പ്രിയ? നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ക്രീമി പൈനാപ്പിൾ, റിഫ്രഷിംഗ് ഗുഡ്നെസ്. പ്രിയ, coconut milk cream and some fresh pineapple. No, this is over. മോൻ കളിച്ചോ? ഡാഡി എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയില്ലേ? വന്ന് ഇറങ്ങിയത് തന്നെ അടിപൊളിയല്ലേ? ആപ്പിൾ ജ്യൂസ് കിട്ടിയോ? ഇത് കഴിഞ്ഞ് ഐ എം വെരി ഒരു ആങ്സൈറ്റി ഉണ്ട്. കാരണം എയർബിഎൻബി ഞാൻ പൊതുവെ ഇന്ത്യയുടെ അകത്ത് എടുക്കാറില്ല. പക്ഷേ ഹിമാചലിൽ പോയപ്പോൾ ആദ്യം എടുത്തിട്ട് ബാഡ് എക്സ്പീരിയൻസസ് ആയിരുന്നു, അത്രയും നല്ലതല്ലായിരുന്നു. പക്ഷേ ഗോവയിൽ ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് ഒരു എയർബിഎൻബി എടുക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ചീപ്പ്, 4000 rupees അങ്ങാണ്ടേ ഉള്ളൂ ഫോർ 2 bedroom. ഇറ്റ്സ് സെറ്റ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. അതൊന്ന് കാണിക്കണം. ആൻഡ് നല്ലൊരു സ്ഥലത്ത് ഡിന്നറിന് വേണം. ഒന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. നാളെ തൊട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടുന്ന് അടുത്താണ്, അപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ എയർബിഎൻബി. അങ്ങോട്ട് പോവാം. ആൻഡ് അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കോഫി അടുത്തിരിക്കുന്ന ആൾ എന്നോട് ചോദിക്കുകയാണ്, ചായ കുടിക്കുകയാണോ? കോഫി ഇവിടെ വന്നിട്ട് കോഫിയോ? ഐ ഡോണ്ട്
അതായിരിക്കും ഗോവ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ എക്സ്പ്രഷൻ അതായിരിക്കും. Even my husband doesn't. Double shock. ഡാഡി നമ്മൾ ഗോവയിൽ ആദ്യമേ വന്നില്ല, ഓർമ്മയുണ്ടോ? കുറേ വർഷം മുമ്പ്. അന്ന് നമ്മളെടുത്ത അപ്പാർട്ട്മെന്റ് എന്ത് മോശമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഞാൻ എയർബിഎൻബി ആണ്, പക്ഷെ ഇപ്പൊ ഹോപ്പ്ഫുള്ളി ബെറ്റർ ആയിരിക്കും. അതെ, അറിയില്ലായിരുന്നു, നമുക്കൊരു ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മള് ട്രാവലിംഗ് പണ്ട് തൊട്ടേ നമുക്കുണ്ടായിരുന്നു കേട്ടോ. ട്രാവലിംഗ് നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷേ ഓരോ ടൈമിൽ ഓരോ ബഡ്ജറ്റിലാണല്ലോ. അന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റ് ഉള്ളായിരുന്നു. പക്ഷേ ബിക്കോസ് ദ ലവ് ഓഫ് ട്രാവലിംഗ് ഞാനും പ്രിയം ഡാഡിയും തന്നെയായിരുന്നു. ഗോവയിൽ വന്ന് ഏത് ഏരിയ എന്ന് ഓർമ്മയില്ല, മേ ബി ക്ലോസ് ടു ഒരു 7 years ആയി കാണും. സോ അന്ന് ഒരു ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ബാത്റൂം ആൻഡ് ഹാള്. പക്ഷേ ഇറ്റ് വാസ് സോ ലൈക്ക് ബ്രോക്കൺ അപ്പൊക്കെ ആയിരുന്നു. ഡോറൊക്കെ ഇങ്ങനെ കുലിക്കുക വീഴും, അങ്ങനത്തെ സ്ഥലത്തായിരുന്നു വന്ന് താമസിച്ചത്. പക്ഷേ ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് വി ക്യാൻ അഫോർഡ് ടു സ്റ്റേ ഇൻ എ മച്ച് ബെറ്റർ പ്ലേസ് ആൻഡ് ദ ലവ് ഫോർ ട്രാവൽ റിമെയിൻസ് ദ സെയിം. ആ 7 years ബാക്ക് എങ്ങനെയാണോ അതും അന്യം കാട്ടി കൂടുതൽ പാഷനിലാണ് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഇത്തവണ നമ്മുടെ ഗോവയുടെ എയർബിഎൻബി കാണിക്കാനായിട്ട്. ഗൈസ്, അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എത്തി. അത്യാവശ്യം വെളിയിൽ നിന്നൊക്കെ നല്ല അപ്പാർട്ട്മെൻ്റ് ആണ്, ശരിക്കും നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ്. പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ പ്രിയനോട് പറയാം, എനിക്കതൊരു സുഖമാണ്. പ്രിയ അപ്പാർട്ട്മെൻറ്റ് പോരാ, ഇനിയിപ്പോൾ മാറാൻ പറ്റില്ല എന്ന് പറയാം, ബട്ട് ഷീൽ നോ. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഐ ഡിഡ്ന്റ് സീ ദി അപ്പാർട്ട്മെൻറ്റ്. അവരവിടെ വെയിറ്റിംഗ് ആണ്, ഇത് പെട്ടിയൊക്കെ വെളിയിലാണ്. കണ്ട, നല്ല അപ്പാർട്ട്മെൻ്റ് ആണ്, ക്ലീൻ, പ്രോപ്പർ റെസിഡൻഷ്യൽ കോംപ്ലെക്സ് ആണിത്. ഇറ്റ്സ് ലൈക്ക് പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലെക്സ് ആണ് പറയാം. പെട്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. വേദു എന്തിനാ ടോയ് ഉണ്ടെന്ന് പറയാം, എനിക്ക് തോന്നുന്നു അത്രയും പോരാന്ന്. അഭിനയം തുടങ്ങി. ഞാൻ പറയാം, ദിലുടെ സ്ഥിരം ഡയലോഗ്, പ്രിയ ഇത്തവണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കേക്ക്, ഇത്തവണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത്ര പോരാ, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, രാത്രി കിടക്കാനല്ലേ, നമുക്ക് അത്ര നല്ലൊന്നും എനിക്ക് കിട്ടിയില്ല. ഇതൊക്കെയാണ് സ്ഥിരം ഡയലോഗ്. എനിക്ക് ശരിക്കും അങ്ങനെ നമ്മൾ 3 ദിവസം ഇവിടെ ഉള്ളൂ, ഒരു ദിവസം വേറെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത്. എന്തായാലും ഇത് 1005 നോക്കിയിട്ട് പറയാം, എനിക്ക് വിശ്വാസം പോരാ. അപ്പൊ പ്രിയ റൂം കണ്ടു, എന്താ റിയാക്ഷൻ നിങ്ങൾ തന്നെ കണ്ടിട്ട് അറിയാം. നോക്കട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ടു Goa. Welcome to Priya's apartment tour. എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് കറക്റ്റ് അല്ലേ ദില്ലു പറഞ്ഞത്? ഇതൊരു ക്യൂട്ട് ആൻഡ് നൈസ് അപ്പാർട്ട്മെന്റ് ആണ്. സ്മോൾ അല്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് വെരി ക്യൂട്ട് അപ്പാർട്ട്മെന്റ്. അതെന്താ പറയുക, പ്രിയയുടെ കുറെ എസ്തെറ്റിക് സെൻസ് ഉള്ള ആളാണ് ഈ അപ്പാർട്ട്മെന്റ്. ഇഷ്ടമുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ ആദ്യം തന്നെ അകത്തേക്ക് പോണോ ഇങ്ങോട്ടേക്ക് പോണോ? ഇത് കാണിച്ചിട്ട് പോകാമോ? കാണിച്ചു പോകാം, തിരിച്ചു വരണ്ടല്ലോ. എനിക്കൊന്ന് ഗസ്റ്റ് ബാത്റൂം ആണെന്ന് തോന്നുന്നു. അല്ല, ഒരു ബാത്റൂമാണ് അറ്റാച്ച്ഡ്, പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ് ക്ലീൻ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഷവർ ക്യൂബിക്കൽ ഉണ്ട്, ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു സെപ്പറേറ്റ് ബോഡി വാഷ് ഒക്കെ ഉണ്ട്. The main thing is it's very neat and clean. എനിക്ക് അത് കാണുമ്പോഴാണ് ആശ്വാസം. കുറെ വൈറ്റ് എലിമെന്റ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ കുറേ വൈറ്റ് സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താ അറിയോ, കൂടുതൽ ഇങ്ങനത്തെ ലാമ്പ് ഷെയ്ഡ്സ് അവരെല്ലാ റൂമിലും കോർണേഴ്സിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വൈറ്റ് ആണ്, ഇങ്ങനത്തെ കുറേ മിറേഴ്സ് ഉണ്ട് പല സ്ഥലത്തും. വാഷിംഗ് മെഷീൻ അത്യാവശ്യമാണ്. ഇതിനാണ് നമ്മള് എയർബിഎൻബി എടുക്കുന്നത്. വെരി പ്രിറ്റി കിച്ചൺ, ഫുൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് പ്രിയ പാചകം ചെയ്യാൻ വേണ്ടി ഉപ്പും മുളകൊക്കെ വെച്ചിട്ടുണ്ട്. പാചകമൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, നമ്മളെല്ലാം ഗോവയിൽ വന്നിട്ട് ഇവിടുന്ന് പാചകം ചെയ്യാം. ഇത്രയും കേസേസ് ഉണ്ടായിരുന്നു. നല്ല ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ. ഡാഡി എങ്ങനെയുണ്ട്? അല്ലേ, അല്ലേ, അത് നല്ല ഏരിയ, മെയിൻ റോഡിൽ തന്നെ. അതൊരു പ്രശ്നം, അത് ബാക്കിൽ നോക്ക്, എല്ലായിടത്തും ഉണ്ട്. വെരി നൈസ്. ആൻഡ് ഹാളിലും എ സി ഉണ്ട്. ഇതും ബ്യൂട്ടിഫുൾ, നല്ല നിർവ്വഹണം.
ഓക്കെ നല്ല മിററാണ്. AC ഇവിടെയും AC ഉണ്ട്. വെളിയിൽ പോയി ഇതാണ് മെയിൻ ഏരിയ. ഗ്രൗണ്ട് ഫ്ലോർ ആണ് അത്. ഇവിടെ ഇത് ചില്ല് ചെയ്യാം. ഇവിടെ മിറർ. ഇത് ആക്ച്വലി ഇത് ഫുൾ ഔട്ട് സോഫയാ, ബെഡ് ആക്കാം. അപ്പൊ വേണമെങ്കിൽ ഇവിടെയൊക്കെ കിടന്ന് രാവിലെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ. ഇവിടെ ഒരു നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടേ സൂപ്പർ. നല്ല പ്രൈവസി ഉണ്ട്. ഇനി ബെഡ് റേറെ ഇങ്ങനെ കിട്ടാനൊക്കെ ആയിട്ട് ശരിക്കും. ഇനി ഏത് ബെഡ്റൂം കാണിക്കണം ആദ്യം? ആദ്യമേ നമുക്ക് ഡാഡിനെ കാണിക്കാം. ഏതാ ഡാഡിയുടെ ബെഡ്റൂം? ഇതാണ് എന്റെ നല്ല ഭംഗിയാണ്. This is a wow, look at this. ഡാഡിക്ക് ഇരിക്കാൻ തന്നെ കേറി വരുമ്പോ തന്നെ ചെയർ ഉണ്ട്. വെരി കംഫർട്ടബിൾ. നമ്മുടെ ഡാഡിനെ അപ്പുറത്തേക്കാക്കിയല്ലോ. ഇവിടെ ബാത്റൂം ഇല്ല. അതാണോ? പക്ഷെ നല്ല വാർഡ്രോബ്. നല്ല വാർഡ്രോബ്. എന്താ എല്ലാം വൈറ്റ് ആയതുകൊണ്ടേ അതെല്ലാം മാച്ച് ചെയ്ത് പോകുന്നു. അതെ അതെ നല്ല വാർഡ്രോബാണ്. ലോക്ക്ഡ് അല്ല, ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ കുഴപ്പമില്ല, ഒന്നും വെക്കാനില്ല. വലിയ TV ഉണ്ട്. അതാണ് ചിലപ്പോ തുറക്കാനുള്ള. എല്ലായിടത്തും നല്ല വർക്ക് ഉള്ള മിറർ. എന്ത് ക്ലീൻ അതാണ്. ഫ്ലോറിംഗ് ഒക്കെ വെരി നൈസ്. ഫൈനലായിട്ട് ഇത് ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്, അല്ലെ? ഓവറായിട്ട് ഒന്നുമില്ല. ഇത് എന്താ അറിയോ, മെയിൻ ആയിട്ട് അവര് ഇങ്ങനത്തെ മിറേഴ്സ് ഫ്രെയിംസ് കൊടുത്താണ് ഭയങ്കര ഭംഗിയാക്കിയിരിക്കുന്നത്. അതാണ് റൂമിന്റെ എസ്തെറ്റിക്സ് കൊണ്ടുവരുന്നത്. അപ്പാർട്ട്മെന്റ് ഇസ് നോർമൽ, ബട്ട് അവർ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നതാണ്. ത്രൂ ദീസ് ഫ്രെയിംസ് ആൻഡ് ലാമ്പ് ഷെയ്ഡ്സ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വെച്ച് അവര് ഭംഗിയാക്കിയിരിക്കുന്ന. അതെ, ഞാൻ അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പറയുമ്പോ ഒരിക്കലും ഒച്ച വരില്ലല്ലോ. ഇങ്ങനെ കാണുമ്പോ ഇൻട്രസ്റ്റ് കൂടും. ഇവിടെ ഒച്ചത്തിൽ സംസാരിച്ചെങ്കിലും സൗണ്ട് കിട്ടും. ഇതുപോലെ നല്ല ലാമ്പ് ഷെയ്ഡ്സ് ഉണ്ട്. ഇവിടെ നല്ല വാർഡ്രോബ്സ് ഉണ്ട്. ഇവിടെയും മിറർ ഉണ്ട്. എത്ര അതും സെയിം മിറർ മാച്ചിങ് ആണ്. ഇവിടെ നല്ലൊരു ഷവർ ഏരിയയും ടോയ്ലറ്റ്സും വാഷ് ബേസിൻസ് എല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ എന്തായാലും ഹോട്ടലിൽ കിട്ടും? ഒരിക്കലും കിട്ടില്ല, ഇത്രയും സൗകര്യം കിട്ടില്ല. പാർക്കിംഗ് ഉണ്ട്. അടിപൊളിയല്ലേ? അപ്പൊ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ചൊരു ചില്ല് ചെയ്തിട്ട് വീട്ടിലെ സ്ഥലത്ത് തിന്നിരുന്നത്. വെൽക്കം ടു അനദർ ക്ലൗഡി ഡേ ഇൻ ഗോവ. സമയം 2 മണി. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്, കാരണം ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കിടന്നപ്പോൾ 4:30-5 മണിയായി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. അപ്പോൾ തുടക്കം തന്നെ ലഞ്ച്, പിന്നെ ബീച്ചിലെ കുറച്ച് ചില്ലിങ്, കുറച്ച് ഷോപ്പിംഗ്, അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഒരു ടിപ്പിക്കൽ ഗോവൻ ഡേ ആയിരിക്കും. ആൻഡ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിടിച്ച പ്രിയ വേദുക്കാം എങ്ങനെയുണ്ട് പ്രിയ? ഞങ്ങള് ഫാദർ സൺ ഡ്യുവോ. എങ്ങനെയുണ്ട് ഡാഡി? അടിപൊളിയല്ലേ? അതെ, അമ്മക്ക് വേണമെന്ന് വെച്ച് വാങ്ങാത്തതാ. അമ്മ മാച്ചിങ് അമ്മ ഞങ്ങളുടെ അത്ര ഒരു വൈബ് ഇല്ല ഡാഡി. വാങ്ങാത്തതാ. ആ വാങ്ങിക്കൂടെ? ഞാൻ ഇടില്ലേ? അത് വേണ്ട. ഓക്കെ. ഡാഡിയുടെ മാസ്ക് കാണിച്ചു. ഡാഡിയുടെ ഭയങ്കര മാച്ചിങ് മാസ്ക് ആണ്. ആൻഡ് അതൊന്നും അല്ലാതെ പ്രിയ ഇന്ന് കുറച്ച് കളർഫുൾ ആണ്, കാരണം വീണ്ടും ബാങ്കോക്ക് ഫാഷൻ വന്നിരിക്കുവാണ്. I love this. Perfect dress for Goa. Nice, so colorful. Yeah, nice. And ബീച്ചിൽ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. പറ്റിയ ഡ്രസ്സാണ്. ലോങ് ഡ്രസ് ഇടാൻ പറ്റില്ലല്ലോ ബീച്ചിൽ പോകുമ്പോൾ. പക്ഷെ ഇതൊന്നും അല്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വേദന കൊണ്ട് മേളിൽ പറ്റുമെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഒരു ലെജൻഡറി ആയ റെസ്റ്റോറൻറ്റ് കോൾഡ് ഇൻഫൻറ്റേറിയ. വളരെ പഴക്കമുള്ളതാണ്. ഗോവൻ ഫുഡ് കിട്ടും, കോണ്ടിനെൻ്റൽ ഫുഡ് കിട്ടും, എല്ലാം അടിപൊളിയാണ്, വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ വേദു, ലെറ്റ്സ് ഗോ ഈറ്റ് സം പിസ്സ പാപ്പം. കം. പ്രിയ ബാക്കി കണ്ട കിണറ് കണ്ട? വെള്ളമില്ല? വെള്ളമുണ്ട്, നല്ല ആഴമുണ്ട്. പ്രിയ ചീസ് കേക്ക് ഒക്കെ ഉണ്ട്, പക്ഷേ ഡോണ്ട് ഈറ്റ്. ഓക്കെ, അത് കണ്ട
കറക്റ്റ് ടൈം ആകുമ്പോൾ അത് വരും ഇവിടെ ഡെയിലി. അതിന് ബ്രെഡ് കൊടുക്കും, ഇവിടുത്തെ ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ് കഴിക്കും. കണ്ട വേത് നൈസായിട്ട് അകത്ത് കയറുന്നില്ല, അകത്ത് കയറില്ല, വന്ന് വെയിറ്റ് ചെയ്യുന്നു ഡെയിലി. കൗ പാപ്പം കഴിക്കുന്ന കണ്ട? ആ കൗ പാപ്പം കഴിച്ചു, പാവം കൗ. വേദുവിൻ്റെ ഡാഡിയുടെ ഫസ്റ്റ് വേണു പാസ്ത. എനിക്ക് തോന്നുന്നു ഡാഡിക്ക് ഇങ്ങനത്തെ പാസ്ത ഇഷ്ടം അല്ലേ, സ്പെഗറ്റിനെ കാട്ടി. പെനെ ബ്രെഡ് എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണോ? ഗാർലിക് ഉണ്ട്, ബട്ടർ ഉണ്ട്. മൈ പിസ്സ ആ ചൂട് അപ്പൊ കഴിക്കില്ല, അപ്പൊ ഊതിയിട്ടേ കഴിക്കുള്ളൂ. ഗുഡ് ബോയ്. എന്താ ഭയങ്കര ചൂട്. വെയിറ്റ് ചെയ്യ പ്രിയ, ഈ ഫുഡ് വന്നപ്പോൾ ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കുറേ നാളായിട്ട് പോർക്കട. ആ ഡാഡിക്ക് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി, ഡാഡി സംഭവമാണ് കേട്ടാ. അപ്പോൾ നല്ല പോക്ക് വിന്താലു, അല്ല ഇത് പോക്ക് ചില്ലി ഫ്രൈ ആണ്. പോക്ക് വിന്താലു പിന്നെ ബൺ ഇവർ ഇവിടെ ബേക്ക് ചെയ്ത് തന്നെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. എനിക്കിത് മതി. നോക്കട്ടെ. ഓ മൈ ഗോഡ്, സ്പൈസി, വെരി പോക്കി. പക്ഷെ ഭയങ്കര ഒരു പഞ്ചൻ പോക്കിൻ്റെ ഒരു ഫ്ലേവറാണ്. എനിക്കൊന്ന് ഡ്രൈഡ് മീറ്റ് പോലത്തെ എന്തോ അവർ ഇട്ടിരിക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രോങ് ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നല്ല സ്പൈസിയാണ്. പോക്കിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ പോക്ക് ബിന്ദാലുമാണ് ഗോവയിലെ ഏറ്റവും വലിയ സംഭവം. എനിക്കിതിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു, എൻ്റെ ടീഷർട്ട് കാരണം. നല്ല രസമുണ്ട്. എന്താ ഒന്നും പറയില്ലേ? എനിക്ക് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെ വിട്ടാ പറ്റില്ല. പറ്റില്ല. ഡാഡി ഇതൊന്നും കഴിച്ചു നോക്ക്, കുറച്ച് സ്പൈസിയാണ്, എന്നാലും കഴിച്ചു നോക്ക്. ഇതെടുത്തോ, നല്ല പീസ. സോഫ്റ്റ് അല്ലേ പോക്ക്? എരിവില്ലേ? ഭയങ്കര നല്ലതാ. ഞാൻ വിന്താലുവിനാണ്, വിന്താലും ഈ ഒരു ബണ്ണും. ആഹാ, പ്രിയയുടെ ഡിഷ് കണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ചൊന്നും എടുക്കാൻ തോന്നുന്നു. നല്ല ഒരു കിങ് ഫിഷ് ആണ്, അതിൻ്റെ കൂടെ കുറച്ച് ബട്ടേർഡ് റൈസും. ഒന്നുമില്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എങ്കിലും എടുക്കട്ടെ. അത് ഫ്രഞ്ച് ഫ്രൈസ് വരെ ക്വാളിറ്റി ഉണ്ട്. നല്ല ഹേർബ്സും നല്ല ഒരു ഹാൻഡ് കട്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ട്. ക്രിസ്പി ഓൺ ദി ഔട്ട്സൈഡ്, സോഫ്റ്റ് ഓൺ ദി ഇൻസൈഡ്. ലൈറ്റായിട്ട് ഒരു ഹേർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് സോൾട്ടേ ഉള്ളൂ. അടിപൊളി ഫ്രൈസ്. ഇനി നമ്മുടെ മെയിൻ സാധനം എടുക്കട്ടെ. ഈ വിന്താലും പ്ലേറ്റിൽ ഇട്ട് കഴിച്ചാൽ പക്ഷെ ആ കളർ തന്നെ നോക്ക്. അമ്പോ നോക്കട്ടെ. പ്ലേറ്റിലിട്ട് കഴിച്ച ഗ്രേവിയൊക്കെ ചിലപ്പോൾ ഒഴുകിപ്പോവും. ബണ്ണ് അടിപൊളിയാണ് ഇവിടുത്തെ. ഓ എന്താ ഇത്, ചൂട് സോഫ്റ്റ് ബൺ. പ്രസ് ചെയ്ത് നോക്ക് അല്ലേ, അടിപൊളി. നോക്കട്ടെ, ഗ്രേവി മാത്രമായിട്ട് നോക്കാം. പോർക്ക് വിന്താലുവിൻ്റെ ഗ്രേവിയും കുറച്ച് സോഫ്റ്റ് ബണ്ണും. ഒരു നൈസ് പിക്കിൾ, പക്ഷെ അത്രയും സ്പൈസിയും അത്രയും ഉപ്പും ഇല്ലാതെ കഴിക്കുന്ന ഫ്ലേവർ. നൈസ് വിനേഗറി, സ്പൈസി, കുറച്ച് സോഫ്റ്റി, അല്ല കുറച്ച് സോഫ്റ്റ്. പെട്ടെന്ന് റിലേ പോയാട്ടോ. ഇറ്റ് ഇസ് ദാറ്റ് ടേസ്റ്റി. ആൻഡ് എൻ്റെ മീറ്റ് നോക്കട്ടെ. ഓ ഇറ്റ്സ് ടു സോഫ്റ്റ്. അധികം ഫാറ്റ് ഒന്നുമില്ല, അധികം എനിക്ക് ഒട്ടും ഫാറ്റ് കിട്ടിയില്ല. നോക്കട്ടെ. Wonderful taste. And ending the meal in a happy note, റഷ്യൻ ചോക്ലേറ്റ് ചീസ് കേക്ക്. ആ റഷ്യ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. റഷ്യയും കേട്ടു, ചോക്ലേറ്റും കേട്ടു. കേട്ടോ പ്രിയ, ഒരു 2 ഹാപ്പി മെമ്മറീസ്. പിന്നെ എന്തായാലും പോകണം ഒന്നും കൂടെ. റഷ്യൻ ചോക്ലേറ്റ് ചീസ് കേക്ക്. ഇനി ഞങ്ങൾ റഷ്യ പോയി ഡാഡിക്ക് വരണം എന്നുണ്ടോ? ഭയങ്കര ഇഷ്ടമല്ലേ ഗൈസ്? ഈ കേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ചീസ് കേക്ക് മുകളിലും അടിയിൽ ചോക്ലേറ്റ്. സാധാരണ അടിയിലൊരു ബിസ്ക്കറ്റ് ബേസ് അല്ലേ, ഇവിടെ ഇതല്ല. ഗുഡ് ചീസ് ആൻഡ് സം ചോക്ലേറ്റ്. ഒരു അമേരിക്കൻ ബേക്ക് ചീസ് കേക്കിൻ്റെ അടിയിൽ
ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു ഫ്ലേവറാണ്. ഇറ്റ് ഇസ് ക്രീമി സ്മൂത്ത് ചോക്ലേറ്റ് ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്വീറ്റ്നെസ്, നോട്ട് എക്സ്ട്രീംലി സ്വീറ്റ്. ചീസ് കേക്കാണ് ചോക്ലേറ്റിനെ കാട്ടി സ്വീറ്റ് ആവുന്നത്. സോ പെർഫെക്റ്റ്ലി ബേക്ക്ഡ്. ആ മേളിലത്തെ ബ്രൗൺ ബേക്കിനൊക്കെ ആ ബ്രൗൺ കളറൊക്കെ ഷോസ് ഇറ്റ് പെർഫെക്റ്റ്ലി ബേക്ക്ഡ്. അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്, വെരി ടേസ്റ്റ്. അപ്പോൾ ഫുഡിങ് കഴിഞ്ഞു, ഇനി അടുത്തത് എത്ര എന്നോടുള്ള ഇഷ്ടം ഇതില് കണ്ട് ഇങ്ങനെ നോക്കണേ ഞാൻ കണ്ടു. എന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണോ? അതുകൊണ്ട് ദില്ലു എന്റെയും വേദുവിന്റെയും മുഖം വരച്ച് ടാറ്റു ഞാൻ ഒരിക്കലും അല്ല ഇതെന്നെ തിരിച്ചും ചെയ്യാലോ. ഞാൻ ടാറ്റു ചെയ്യില്ല. എന്റെ ബോഡി ഒരു ഇങ്ങനെ ടാറ്റു വർക്കും ആർട്ട് വർക്കും ഒന്നും ചെയ്തായിരിക്കില്ല. അതിൽ കുറേയുള്ള ലവ് ഒക്കെ അങ്ങോട്ട് അറിഞ്ഞാൽ മതി. ഇത് മിക്കി മൗസ് ഷർട്ട് കൊറേ ഒന്നും എഴുതുന്നില്ല. ഡാഡി എഴുതുമോ? ഡാഡി മമ്മിയുടെ പേര് ശാന്തി എന്ന് പറഞ്ഞ ടാറ്റു ചെയ്യോ? ഒറ്റയടിക്കില്ല. അത് മാസീവ് ഷോപ്പിംഗ് ഏരിയ ആണ്. ഒരുപാട് ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. ഒട്ടും എക്സ്പെൻസീവ് ഒന്നുമല്ല. ഗേൾസിന് എസ്പെഷ്യലി നല്ല കളർഫുൾ സാധനങ്ങളൊക്കെ ഉണ്ട്. കലങ്കൂട്ട് ഏരിയയിലാണ്. കലങ്കൂട്ടിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ മറ്റേ വീക്കെൻഡ് മാർക്കറ്റ്സും സാറ്റർഡേ വെനസ്ഡേ മാർക്കറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഉള്ള ഷോപ്പിംഗ് ഓപ്ഷൻ ഇങ്ങനത്തെ സ്ട്രീറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്ത് നേരെ ബീച്ചിൽ പോയിരുന്ന ഒരു കോഫിയും കുടിച്ച് റിലാക്സ് ചെയ്യാം. അതാണ് ഇന്നത്തെ പ്ലാൻ. വേദുവിന് ടോയ് വേണം. പക്ഷെ എന്നെ വേദുവിന് ടീഷർട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അല്ല പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു അത് മാച്ചിങ് എങ്ങനെയുണ്ട്, പ്രിയയും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്നും കൂടെ പറ. അവർ പറയും വേണ്ട, ദില്ലു ചേട്ടനും പ്രിയം അല്ല വേദു മാത്രം ഇട്ടാൽ മതി. അങ്ങനെ പറയുമല്ലോ. ഡാഡി ഇങ്ങനത്തെ കളർഫുൾ ഷർട്ട്സ് നോക്കുന്നില്ലേ? ഇങ്ങനത്തെ പക്ഷെ ഷർട്ട്സ് ഡാഡി വാങ്ങി കഴിഞ്ഞാൽ മാസ്ക് എന്ത് ചെയ്യും? മാസ്ക് ഇല്ലാത്തതുകൊണ്ട് ഡാഡി ഷർട്ട്സ് വാങ്ങുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ കളർഫുൾ ഷർട്ട്സ് മാസ്ക് കിട്ടാത്തതുകൊണ്ടാണ് ഡാഡി വാങ്ങാത്തത്. ഒരു കാര്യം എങ്ങനെ മറക്കും, നമ്മൾ ഈ ട്രിപ്പിന് വന്നിട്ട് നമ്മുടെ ഒരു കുറച്ച് കാര്യങ്ങൾ മാൻഡേറ്ററി ആണല്ലോ. ഒരു റൂം ടൂറ്, ഫുഡ് റിവ്യൂസ്, അതുപോലെ തന്നെ വേദുമോൻ എന്തായിരിക്കും ഇത് ഇപ്പോൾ എക്സ്പ്രഷൻ നോക്കിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾ കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്. എന്താ ഇത്? ആ മതി, ഡാൻസ് ഒന്നും ചെയ്യണ്ട. കൊടുക്ക്, ഇപ്പൊ തന്നെ തുറന്നു കൊടുക്ക്. തുറന്നു കൊടുത്തില്ലേ ഞാൻ പൊട്ടിച്ച് തുറന്നു. ആ മതി. ഓ ആ ബിഗ് ഹൈക്ക്. ബ്ലൂ ലൈറ്റ്. ആ ലൈറ്റ് ഒക്കെ കഥ കൊടുക്ക് കൊടുക്ക്. ആ ഹൈ ഫൈ. ഞാൻ ഒന്നപ്പുറം വരെ പോയതുള്ളൂ. മറ്റേ ഇത് എന്താ ജിഞ്ചറിയിൽ കുടിക്കാൻ. എന്റെ ഇടയ്ക്ക് എന്താ ഇവിടെ സംഭവിച്ചേ? നമ്മളെ അവിടെ ലവീവ്ന്ന് മമ്മിക്ക് ഒരു ബാഗ് വാങ്ങിച്ചു. പിങ്ക്. മമ്മിക്ക് അത് ഇഷ്ടായില്ല. ആയില്ല. അപ്പൊ അത് ഞാൻ എടുത്തു. അപ്പൊ അതിന് പകരം ഞാൻ മമ്മിക്ക് ഡാഡിയോട് പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറയും. ഞാൻ എന്തായാലും പറയും. ഇതാണോ മമ്മിക്ക് ഇത്ര ചെറിയ ബാഗ് മതിന്ന്? എബ്രോഡ് ബാഗ് വാങ്ങിച്ചിട്ട് വേണ്ടാന്ന്. ബ്ലാക്ക് വേണം, ചെറുതായിരിക്കണം. ഗോൾഡൻ ഒന്നും കുഴപ്പമില്ലേ? ദാറ്റ് ഫൈൻ. ഫോണും ചീപ്പും ഇടാൻ, പേഴ്സ് ഇടാൻ വേണ്ടി മാത്രം അല്ലേ? എനിക്കറിയാം ആ ബാഗ് എടുത്തപ്പോൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. അന്നേ ഡാഡി പറഞ്ഞത് പ്രിയക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ മമ്മിക്ക് വേണ്ടി ഡാഡിയോട് പറയാം. ഞാൻ എന്തായാലും പറയും. ഡാഡി കണ്ട ഇങ്ങോട്ട് വാ. ആ പിങ്ക് ബാഗില്ലേ ഡാഡി വാങ്ങിയത് ലവീവിന്ന്, അത് മമ്മിക്ക് വേണ്ടാന്ന് പ്രിയ എടുത്തു. ആ മമ്മിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങി. ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ഒരു അനിത ഫേവറേറ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് മേ ബി ഈ വ്യൂ. ഫുഡിനെ കുറിച്ച് ഇപ്പം മിക്സഡ് റിവ്യൂസ് ആണ് നെറ്റ് വായിക്കുന്നത്. പക്ഷെ വ്യൂവിന് ബെസ്റ്റ് പ്ലേസ് ആണ്. കേളീസ് എന്ന് പറഞ്ഞ ഒരു കഫേയാണ്. ജസ്റ്റ് സീ ഹൗ അമേസിങ് ദിസ് പ്ലേസസ്. ശരിക്കും നേരെ കടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ അപ്പുറം ഇല്ല കടലിൻ്റെ ഒരു ക്ലോസ്നെസ് ആയിട്ട്.
ഇറ്റ്സ് ലൈക്ക് ബീച്ചിൽ പോലും അല്ലാന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ഇൻ ദ സീ. സോ ഇവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് കോഫിയും ടീയും സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോകുന്നത്. സൺസെറ്റ് കാണാൻ പറ്റില്ല, ഭയങ്കര മഴയാണ്. നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇറ്റ്സ് റെയിനിങ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ചിൽഡ് ഔട്ട് പ്ലേസ് ആണ്, ഭയങ്കര ചിൽഡ് ഔട്ട് ആണ്. വെളിയിൽ സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫുള്ളാന്ന് തോന്നുന്നു. നോക്ക്, വേഗം പോയാൽ ചിലപ്പോൾ കാണും. ഓ, ഇതിൻ്റെ അപ്പുറം ഒരു വ്യൂ ഉണ്ടോ പ്രിയ? പ്രിയയുടെ ഫേവറേറ്റ് സ്ഥലമാണ്, ഒന്നും കഴിച്ചില്ലെങ്കിലും വന്നിരിക്കാനായിട്ട്. ഫുള്ളാ കണ്ട. ആരെങ്കിലും എഴുന്നേക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ്. പ്രിയ എന്തൊരു ഫീല് ഇവിടെ അല്ലേ ഡാഡി? കാറ്റും ഈ ഒരു ക്ലെൻലിനെസ്സും. അതെ, കുറെ പേര് പറഞ്ഞു കേളീസ് ഇസ് നോട്ട് ക്ലീൻ. കേളീസ് ഇസ് എക്സ്ട്രീംലി ക്ലീൻ, extremely friendly. Google reviews are wrong. It's a must visit place in Goa. Just see this ambience. How amazing is this? ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് കേളീസ്. പ്രിയയ്ക്ക് ഒരു അടിപൊളി ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കണം എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ റീൽസ് ഒക്കെ കാണണമെങ്കിൽ പ്രിയയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? നല്ല ഫുഡുമാണ്, ഭയങ്കര കത്തിയൊന്നും അല്ല. എസ്പെഷ്യലി ഒരു ബീച്ച് ഷാക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഓൺ ദ ബീച്ച്. യു ക്യാൻ ജസ്റ്റ് ബി ഹിയർ ദ ഹോൾ ഡേ. ഒരു ദിവസം ഗോവയിൽ വന്നിട്ട് ഒരു ലഞ്ച് ടൈം തൊട്ട് ഈവനിങ് ഒരു 8 o'clock. സോ ലഞ്ച്, സ്നാക്ക് ആൻഡ് ഡിന്നർ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതിന് അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ. അതല്ലാതെ ഇവിടെ കുറേ മറ്റേ ഫയർ ഡാൻസും രാത്രിയാകുമ്പോൾ ക്ലബ്സും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടും വരാം കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ബീച്ച് ഓൾസോ സോ ക്ലീൻ, ഒരു വേസ്റ്റും ഇല്ല. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രൈവറ്റ് ബീച്ച്. വേറെ ആരും ഇല്ല. പ്രിയ ഇപ്പോഴും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇരുട്ടും തോറും ഭംഗി കൂടുകയാണ്. ശരിക്കും ഒരു കാടിൻ്റെ ഇടയ്ക്ക് വേറെ ആരും ഇല്ലാത്ത ഒറ്റ ഒരു റെസ്റ്റോറൻറ്റ്, ദാറ്റ് ഇസ് കേളീസ്. ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു കെൻ ജസ്റ്റ് ഇമാജിൻ ഓൾ യു ക്യാൻ ഹിയർ ഇസ് ദ ലൈറ്റ് മ്യൂസിക്. ഇവിടെ ഒരു ടെക്നോ അല്ല മ്യൂസിക് മറ്റേ എന്താ പറയുക, ഒരു ഹിന്ദു ട്രാൻസ് മ്യൂസിക് പോലത്തെയാണ്. സോ ഓം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാമിങ് ടൈപ്പ് മ്യൂസിക്കാണ്. ഭയങ്കര ഒരു ലൗഡല്ല, പക്ഷേ അതിലൂടെ ഈ സൗണ്ട് ഓഫ് ദി വേവ്സ്, പെർഫെക്റ്റ് മാച്ച്. ഡാഡി, കലമാരി ഇതും ഭയങ്കര ഫ്രഷ് ആവാൻ സാധ്യത കേട്ടോ. നല്ല ഫ്രഷ് സ്ക്വിഡ്. ആൻഡ് ഹൂ ഡസൻ ലവ് ബാറ്റർ ഫ്രൈഡ് സ്ക്വിഡ്? Delicious, delicious, delicious. Crispy, herby, not too salty, fresh. And this view. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും കേട്ടോ, ഈ വ്യൂ. കൊള്ളാം ഡാഡി? ക്രിസ്പി അല്ലേ? ഒരു ഫ്രഷും അല്ലേ? നല്ല ഫ്രഷ് ടേസ്റ്റ് അല്ലേ? അടിപൊളി. അപ്പോൾ പ്രിയ അടിപൊളി ദിവസമായിരുന്നില്ലേ? വേദുവിന് അതെ ഒരു സ്വാഡിൻ്റെ ഒക്കെ ടോയും കിട്ടി. പ്രിയയുടെ ഫേവറേറ്റ് സ്ഥലത്ത് വരാൻ പറ്റി. നമ്മുടെ ഗോവയുടെ നാളെ നമുക്ക് ഫുൾ ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലേ കുടിക്കാം. അപ്പോൾ പ്രിയക്ക് കോഫി തന്നെ വേണം എന്ന്. കോഫി വന്നപ്പോഴത്തേക്കും ഇരുട്ടിപ്പോയി. അപ്പൊ എനിക്ക് കോഫിയും ഇതായില്ല, പിന്നെ ഇല്ല. അപ്പൊ പ്രിയക്ക് ഇവിടെ ഇരിക്കാനും പേടിയുന്നു. സുനാമി വരുമോ എന്നുള്ള ഭയങ്കര ഓരോരോ ഡൗട്ട്സ് ആണ്. എന്നെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്നോട് പറയാണേ സുനാമി വന്ന ഇതിന്റെ 10 ഇരട്ടി പൊക്കത്തിലായിരിക്കും. ഞാൻ പറഞ്ഞ ഇവിടെ ഏതെങ്കിലും തൂണ് കെട്ടിപ്പിടിച്ച് നിന്നാ പോവാ. അപ്പൊ ദില്ല് പറയണേ ഇതോടെ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വേഗം പോവാൻ നമുക്ക് ഇവിടെ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ എന്തായാലും ഫുൾ ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ വേറെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, അതൊക്കെ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് ഒരു ഭയങ്കര ഒരു ട്രോമ പോലെ ഇപ്പോഴും മനസ്സിലാ ഒരു സാധനം വേദന്റെ വായ പോയ എങ്ങനെ ഇരിക്കുന്നത് എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ അത് കുറച്ച് നാളെടുക്കുന്നു തോന്നുന്നു, കാരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഒരു ഇത്രയും വർഷമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം നാളെ. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് തന്നെ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി.